ക്രിസ്മസ് പുതുവത്സര വിപണിയിൽ വൻ കുതിച്ചുചാട്ടവുമായി സപ്ലൈകോ. വെറും 10 ദിവസത്തിനുള്ളിൽ 82 കോടി രൂപയുടെ വിറ്റുവരവാണ് സ്ഥാപനം സ്വന്തമാക്കിയത്. ഡിസംബർ 22 മുതൽ ജനുവരി 1 വരെയുള്ള കാലയളവിലെ കണക്കുകളാണിത്. 50% വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കിയത് വിപണിയിൽ സപ്ലൈകോയ്ക്ക് വലിയ മുന്നേറ്റം നൽകി. പെട്രോൾ പമ്പുകൾ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, ഫെയറുകൾ എന്നിവയുൾപ്പെടെ ആകെ വിറ്റുവരവ് 82 കോടി രൂപയാണ്. ഇതിൽ 36.06 കോടി രൂപ സബ്സിഡി സാധനങ്ങളിൽ നിന്നാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ സംഘടിപ്പിച്ച പ്രത്യേക മേളകളിൽ നിന്ന് 74 ലക്ഷം രൂപ ലഭിച്ചു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തെ ഫെയറിൽ മാത്രം 29.31 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു. ഇതിൽ 16.19 ലക്ഷം രൂപയും സബ്സിഡി ഇനങ്ങളാണ്. മലപ്പുറത്ത് ചെരുപ്പ് കമ്പനിയിൽ വൻ തീപിടുത്തം. പൂക്കാട്ടൂർ മൈലാടിയിലാണ് സംഭവം. ഉച്ചയോടെയാണ് തീ ആളിപ്പടർന്നത്. വിവിധ യൂണിറ്റുകളിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചെരുപ്പ് കമ്പനി പൂർണ്ണമായും കത്തി നശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിവരം. സംഭവത്തിൽ ആർക്കും ആളപായമില്ലെന്നാണ് വിവരം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടി തിരുവങ്ങൂരിൽ ദേശീയപാതയുടെ മതിലിടിഞ്ഞു വീണു. അപ്രോച്ച് റോഡിന്റെ ഇന്റർലോക്ക് കോൺക്രീറ്റ് സ്ലാബാണ് തകർന്നത്. ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബ് സ്ഥാപിക്കുന്നതിനിടെയാണ് അപകടം. സർവീസ് റോഡിൽ അപകടം നടന്ന സമയത്ത് വാഹനങ്ങളും ആളുകളും ഇല്ലാത്തതുകൊണ്ടാണ് വൻ അപകടം ഒഴിവായത്. സുരക്ഷ ഉറപ്പാക്കാതെ നിർമ്മാണം തുടരാൻ അനുവദിക്കില്ലെന്ന് സ്ഥലം സന്ദർശിച്ച UDF നേതാക്കൾ വ്യക്തമാക്കി. നിർമ്മാണ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി CPM രംഗത്തെത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം തേടി ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ N. വാസു സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളികൾ എന്നിവിടങ്ങളിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുവെന്ന കേസിൽ N. വാസുവിന്റെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെയും ജാമ്യഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. പിന്നാലെയാണ് N. വാസു ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം കല്ലടിമുഖത്ത് വൃദ്ധസദനത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഗ്യാസ് സിലിണ്ടർ മാറ്റിവെക്കുന്നതിനിടയിൽ സിലിണ്ടറിൽ നിന്ന് ചോർച്ചയുണ്ടായി തീ പടരുകയായിരുന്നു. ജീവനക്കാരായ മായ, രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. വൃദ്ധസദനത്തിൽ 41 അന്തേവാസികളാണ് ഉണ്ടായിരുന്നത്. ഇവരെ സുരക്ഷിതമായി പുറത്തിറക്കിയതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. പുതുവത്സര മദ്യവിൽപ്പനയിൽ ബെവ്കോ ചരിത്രമെഴുതി. ഇത്തവണ 105 കോടിയുടെ മദ്യവിൽപ്പനയാണ് സംസ്ഥാനത്ത് നടന്നത്. ഡിസംബർ 31-ന് 105.78 കോടി രൂപയുടെ വിൽപ്പനയാണ് വിവിധ ഔട്ട്ലെറ്റുകളിലൂടെ സംസ്ഥാനത്ത് നടന്നത്. ബെവ്കോയുടെ ചരിത്രത്തിലെ സർവ്വകാല റെക്കോർഡാണ് ഇത്തവണ ഉണ്ടായത്. കഴിഞ്ഞ പുതുവത്സരാഘോഷത്തിൽ 97.13 കോടി രൂപയുടെ വിൽപ്പനയാണ് സംസ്ഥാനത്ത് നടന്നത്. പുതുവർഷത്തിൽ കേരളത്തിന് മഴ പ്രതീക്ഷ. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടതാണ് കേരളത്തിലെ മഴ സാധ്യതയുടെ കാരണം. ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപത്തായാണ് ചക്രവാത ചുഴി രൂപപ്പെട്ടത്. ലക്ഷദ്വീപ് മുതൽ കന്യാകുമാരി വരെയാണ് ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കും. ഒപ്പം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റനാകും. ധർമ്മട മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമെന്നാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. തുടർഭരണം ലക്ഷ്യമിടുന്ന CPMന് പിണറായി വിജയനല്ലാതെ മറ്റൊരു മുഖം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുമില്ല. ഭരണ മികവിനുള്ള അംഗീകാരമായി കിട്ടിയതാണ് 2021 തുടർഭരണമെന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും വിലയിരുത്തൽ. മൂന്നാം ഊഴത്തിന് പിണറായി വിജയൻ ഇറങ്ങാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ നയിക്കാൻ പിണറായി ഉണ്ടെങ്കിൽ വിജയം കൂടെ ഉണ്ടാകുമെന്നാണ് CPM നേതാക്കളുടെയും പ്രതീക്ഷ. സുവർണ കേരളം ലോട്ടറിയിലെ വിവാദ ചിത്രത്തിനെതിരെ ലോട്ടറി ഡയറക്ടറിനും നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും വക്കീൽ നോട്ടീസ്. മതവികാരം വ്രണപ്പെടുത്തുന്ന നടപടിയെന്നാണ് ആക്ഷേപം. ഇക്കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറയണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. സുപ്രീംകോടതി അഭിഭാഷകൻ അജീഷ് കളത്തിൽ ഗോപിയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. അങ്ങാടിക്കൽ തെക്ക് കൊടുമൺചിറ പുത്തൻവിള വടക്കേതിൽ അജേഷിന്റെയും അനിതയുടെയും മകൾ ആഷിലയാണ് ആത്മഹത്യ ചെയ്തത്. 14 വയസ്സായിരുന്നു. ചന്ദനപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആഷില. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ മുറിയിൽ കയറി വാതിലടച്ച കുട്ടി പുറത്തു വരാത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മുറി തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്.